നമസ്കാരം. കേരളത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിലൂടെയായിരുന്നു. അന്ന് 8000-ലധികം വോട്ടുകൾക്കാണ് CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന V. ശിവൻകുട്ടിയെ BJP-യുടെ സ്ഥാനാർത്ഥി O. രാജഗോപാൽ പരാജയപ്പെടുത്തിയത്. 2021 പക്ഷേ BJP അവിടെ ഒരു മണ്ടൻ തീരുമാനമെടുത്തു. അന്ന് രാജഗോപാലിന് പകരം ഈ മണ്ഡലം നിലനിർത്താൻ കുമ്മനം രാജശേഖരനെ ഇറക്കിയ BJP-ക്ക് അടിതെറ്റി. K. മുരളീധരന്റെ എൻട്രിയിലൂടെയാണ് കോൺഗ്രസ് അവിടെ ഒരു ത്രികോണ മത്സരം സൃഷ്ടിച്ചെടുത്തത്. അതിനുശേഷം ആ മണ്ഡലം പിടിച്ചെടുത്തത്. ജയിച്ചത് ശിവൻകുട്ടിയാണ് എങ്കിൽ പോലും BJP-ക്ക് നഷ്ടമായ വോട്ടുകളിൽ ഭൂരിഭാഗവും ഏകീകരിച്ചത് അത് ലഭിച്ചത് K. മുരളീധരന് തന്നെയായിരുന്നു. 2021 ഈ വമ്പൻ തോൽവിക്ക് കാരണക്കാരനായ K. മുരളീധരനോടുള്ള പകവീട്ടൽ കൂടിയാണ്, ഒരുപക്ഷെ ഒരു മധുര പ്രതികാരം കൂടിയാണ് BJP ഇപ്പോൾ തൃശ്ശൂരിൽ നടത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൽ അവർ നേടിയിരിക്കുന്ന വിജയം അതാണ് ഉറപ്പിക്കുന്നത്. വ്യക്തിപരമായി K. മുരളീധരന് വലിയ തിരിച്ചടിയാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്ന തോൽവി. സഹോദരി പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ടെടുത്ത ഒരു തീരുമാനമായിരുന്നു K. മുരളീധരനെ വടകരയിൽ നിന്നും തൃശ്ശൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക എന്നത്. ഈ തീരുമാനം ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും വട്ടിയൂർക്കാവിൽ MLA ആയിരുന്നപ്പോഴാണ് കഴിഞ്ഞ തവണ മുരളീധരൻ വടകരയിലേക്ക് മത്സരിച്ചത്. അവിടെ നിന്നും നേമത്ത് മത്സരിച്ചെങ്കിലും തോൽവിയായിരുന്നു പിന്നീട് ഫലമുണ്ടായത്. ഇപ്പോഴിതാ വടകരയിൽ നിന്നും സ്വന്തം പിതാവിന്റെ K. കരുണാകരന്റെ തട്ടകമായ തൃശ്ശൂരിലേക്ക് വന്ന് മത്സരിച്ചപ്പോഴും തോൽവി തന്നെയാണ് അദ്ദേഹത്തെ കാത്തിരുന്നത്. ഇനി എന്താണ് K. മുരളീധരൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ ഭാവി എന്ന ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. സ്വാഭാവികമായും പാലക്കാട് ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ K. മുരളീധരൻ മത്സരിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ വിജയ സാധ്യത തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ കണക്ക് കൂട്ടാൻ സാധിക്കുകയില്ല. നിലവിൽ എന്തായാലും BJP നടത്തിയിരിക്കുന്നത് മധുര പ്രതികാരം തന്നെയാണ്. തിരുവനന്തപുരത്ത് നേമത്ത് അവരുടെ വോട്ടുകൾ ആരാണോ കൊണ്ടുപോയത് അതേ ആളെ തന്നെ തൃശ്ശൂരിൽ തോൽപ്പിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.